ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽസ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിസിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ടോപ്പിക് വൈസ് ക്ലാസ് ആണ്. ടോപ്പിക്സ് ഇതാണ്: പ്രവൃത്തിയും ഊർജവും. ഈ ടോപ്പിക്സിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇനി ടോപ്പിക്സിലേക്ക് പോകാം. പ്രവൃത്തിയും ഊർജവും. പ്രവൃത്തിയും ഊർജവും എന്നത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതായത് ഒരു പ്രവൃത്തി അഥവാ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഊർജം ആവശ്യമാണ്. അപ്പോൾ മനുഷ്യന് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. എന്നാൽ യന്ത്രങ്ങൾക്ക് വൈദ്യുതിയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങളിലൂടെയാണ് ഊർജം ലഭിക്കുന്നത്. ഇനി പരീക്ഷയ്ക്കായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ആദ്യം പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്. അപ്പോൾ ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലേക്ക് തന്നെ സ്ഥാനാന്തരം സംഭവിക്കുന്നു എങ്കിൽ അതിനെയാണ് പ്രവൃത്തി അഥവാ വർക്ക് എന്ന് പറയുന്നത്. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലേക്ക് തന്നെ സ്ഥാനാന്തരം സംഭവിക്കുന്നുവെങ്കിൽ അതിനെ പ്രവൃത്തി എന്ന് കണക്കാക്കാം. അപ്പോൾ അതാണ് പ്രവൃത്തി. ഫിസിക്സിൽ 3 തരം പ്രവൃത്തി അഥവാ വർക്കുകളാണ് ഉള്ളത്. അതായത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. അപ്പോൾ എന്താണ് പോസിറ്റീവ് വർക്ക് എന്ന് ആദ്യം പറയാം. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്ക് തന്നെ വസ്തുവിന് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ അതാണ് പോസിറ്റീവ് വർക്ക്. വളരെ ഈസിയാണ് ഇത് മനസ്സിലാക്കാൻ. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്ക് തന്നെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ അത് പോസിറ്റീവ് വർക്ക്. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയുടെ എതിർ ദിശയിലേക്ക് വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ അതാണ് നെഗറ്റീവ് വർക്ക്. That means force and displacement are in same direction is positive work. Force and displacement are in opposite direction is negative work. അങ്ങനെയാണെങ്കിൽ എന്താണ് സീറോ വർക്ക്? അത് ആ വേർഡ്സിലൂടെ തന്നെ മനസ്സിലാകും. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് യാതൊരു സ്ഥാനമാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ അതാണ് സീറോ വർക്ക്. ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിച്ചാൽ വസ്തുവിന് യാതൊരു സ്ഥാനമാറ്റവും സംഭവിക്കുന്നില്ല എങ്കിൽ അതാണ് സീറോ വർക്ക്. ദാറ്റ് മീൻസ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സീറോ വർക്കിന് ഉദാഹരണം, മനുഷ്യൻ ഒരു മതിൽ തള്ളി നീക്കാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ, അത് നീങ്ങുന്നില്ല എങ്കിൽ അതാണ് സീറോ പ്രവൃത്തി അഥവാ സീറോ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? പ്രവൃത്തി 3 തരത്തിലാണുള്ളത്: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. ബലം പ്രയോഗിച്ച ദിശയിലേക്ക് തന്നെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ അത് പോസിറ്റീവ് പ്രവൃത്തി. ബലം പ്രയോഗിച്ചതിന് എതിർ ദിശയിലേക്ക് വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചാൽ അത് നെഗറ്റീവ് പ്രവൃത്തി. ബലം പ്രയോഗിച്ചാലും സ്ഥാനാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ അതാണ് സീറോ പ്രവൃത്തി. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ബലം പ്രയോഗിച്ച ദിശയിലേക്ക് സ്ഥാനാന്തരം സംഭവിച്ച സമയത്ത് തറ പ്രയോഗിച്ച കർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്ത് തരം പ്രവൃത്തിയായിരിക്കും? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബലം പ്രയോഗിച്ച ദിശയിലേക്ക് സ്ഥാനാന്തരം സംഭവിച്ച സമയത്ത് തറ പ്രയോഗിച്ച കർഷണ ബലം ചെയ്ത പ്രവൃത്തി എന്ത് തരം പ്രവൃത്തിയായിരിക്കും? അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം നെഗറ്റീവ് വർക്കാണ്. അപ്പോൾ പ്രവൃത്തിയെക്കുറിച്ച് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വർക്ക് അഥവാ പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പ്രവൃത്തി അഥവാ വർക്ക് ഈസിക്കൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. ബലം ഫോഴ്സ്, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ്. പ്രവൃത്തി ഈസിക്കൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. അപ്പോൾ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. അപ്പോൾ പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ യൂണിറ്റിന് ജൂൾ എന്ന് പേര് ലഭിച്ചിരിക്കുന്നത്. പ്രവൃത്തിക്ക് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, അതാണ് ന്യൂട്ടൺ മീറ്റർ. അതായത് ഫോഴ്സിന്റെ
SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അങ്ങനെയാണ് ന്യൂട്ടൺ മീറ്റർ എന്നൊരു മറ്റൊരു യൂണിറ്റ് കൂടി അളവ് കൂടി ഇതിന് വരുന്നത്. ഇനി ഒരു ജൂൾ എന്താണെന്ന് പറയാം. അതായത് ഒരു ന്യൂട്ടൺ ബലം ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ദൂരം നീക്കുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ഊർജമാണ് ഒരു ജൂൾ എന്ന് പറയുന്നത്. ഒരു ന്യൂട്ടൺ ബലം ഉള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ദൂരം നീക്കുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ഊർജമാണ് ഒരു ജൂൾ. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തിക്ക് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, അത് ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ആദ്യം പഠിച്ചത് പ്രവൃത്തി ഒരു വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലേക്ക് തന്നെ സ്ഥാനാന്തരം സംഭവിക്കുന്നുവെങ്കിൽ അത് പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. പ്രവൃത്തികൾ 3 തരത്തിലുണ്ട്: പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ഒരു ദിശയിലേക്ക് ബലം പ്രയോഗിച്ച അതേ ദിശയിലേക്ക് തന്നെ സ്ഥാനാന്തരം സംഭവിച്ചാൽ അത് പോസിറ്റീവ് വർക്ക്. ഓപ്പോസിറ്റ് ദിശയിലേക്കാണെങ്കിൽ നെഗറ്റീവ് വർക്ക്. സ്ഥാനാന്തരം ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അത് സീറോ വർക്ക്. അതുപോലെ തന്നെ വർക്ക് കാണാനുള്ള ഇക്വേഷൻ ബലം ഇൻറ്റു സ്ഥാനാന്തരമാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. അതുപോലെ തന്നെ പ്രവൃത്തിക്ക് മറ്റൊരു SI യൂണിറ്റ് കൂടിയുണ്ട്, അത് ന്യൂട്ടൺ മീറ്റർ ആണ്. അത് വന്നത് വർക്ക് ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടനും ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റ് മീറ്ററും ആയതുകൊണ്ടാണ് പ്രവൃത്തിക്ക് ഇങ്ങനെയൊരു SI യൂണിറ്റ് കൂടി ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഊർജത്തെക്കുറിച്ചാണ്, അഥവാ എനർജി. അപ്പോൾ പ്രവൃത്തിയെക്കുറിച്ചാണ് ഇതുവരെ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് ഊർജത്തെക്കുറിച്ചാണ്, അഥവാ എനർജിയെക്കുറിച്ചാണ്. എന്താണ് ഊർജം? അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ പറയുന്ന പേരാണ് ഊർജം. ഇത്രയും സിമ്പിളാണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് എർഗ് ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. CGS യൂണിറ്റ് ഓഫ് എനർജി ഇസ് എർഗ്. 1 ജൂൾ ഈസിക്കൽ ടു 10⁻⁷ എർഗ് ആണ്. ഒരു എർഗ് എന്നത് 10⁻⁻7 ജൂൾ ആണ്. അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ മനസ്സിലാക്കി വെക്കുക. 1 ജൂൾ ഈസിക്കൽ ടു 10⁻⁷ എർഗ് ആണ്. ഒരു എർഗ് എന്നത് 10⁻⁻7 ജൂൾ ആണ്. ഇനി എനർജിക്ക് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, അത് വാട്ടാണ്. WATT വാട്ട്. അപ്പോൾ ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾ ആണ്. ഊർജം എന്ന ടോപ്പിക്കിൽ സിംഗിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേര് എന്താണ്? ഊർജം എന്നാണ്. ഊർജത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ തന്നെയാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. 1 ജൂൾ എന്നത് 10⁻⁷ എർഗ് ആണ്. ഇനി എനർജിയുടെ തന്നെ മറ്റൊരു യൂണിറ്റ് ആണ് വാട്ട് അവർ. ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾസ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ എന്നാൽ 36 ലക്ഷം ജൂൾസ് ആണ്. അതായത് 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ആണ്. ഇനി ഊർജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് ആരാണെന്ന് നോക്കാം. ഊർജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് തോമസ് യങ് ആണ്. തോമസ് യങ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത്. ഊർജ സംരക്ഷണ നിയമം എന്താണെന്ന് കൂടി പറഞ്ഞു തരാം. ഊർജം നിർമ്മിക്കാനോ സംരക്ഷിക്കാനോ കഴിയില്ല. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ. ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. നെക്സ്റ്റ്, ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രശസ്തമായ ഊർജ സമവാക്യമാണ് E=mc². അതായത് ദ്രവ്യം ഊർജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രശസ്തമായ സമവാക്യമാണ് E=mc² എന്ന് പറയുന്നത്. ഇവിടെ E എന്ന് പറയുന്നത് ലഭിക്കുന്ന ഊർജത്തെയാണ്. M എന്നാൽ പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസിനെയാണ് കാണിക്കുന്നത്. സി എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ പ്രവേഗമാണ്. ഈ ലഭിക്കുന്ന ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. എം പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ മാസിനെയാണ് സൂചിപ്പിക്കുന്നത്. സി പ്രകാശത്തിന്റെ പ്രവേഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകാശത്തിന്റെ പ്രവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അങ്ങനെയാണ് ഇക്വേഷൻ E=mc². അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 ആവിഷ്കരിച്ച പ്രശസ്തമായ ഊർജ സമവാക്യം ഏതാണെന്ന് കൂടി പഠിച്ചു വെക്കുക. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ദാറ്റ് മീൻസ് E=mc². ഇതിന്റെ 100ാം വാർഷികമായ 2005 ലോക ഭൗതിക ശാസ്ത്ര വർഷമായി ആചരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഊർജം എന്ന ടോപ്പിക്സിൽ കുറച്ചധികം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. അതായത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേര് എന്താണ്? ഊർജം. ഊർജത്തിന്റെ എസ് യൂണിറ്റ് എന്താണ്? ജൂളാണ്. ജിയുടെ മറ്റൊരു യൂണിറ്റ് എന്താണ്? വാട്ട് അവർ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗാണ്. ഒരു ജൂൾ ഈസിക്കൽ ടു 10⁻7 എർഗാണ്. ഒരു വാട്ട് അവർ ഈസിക്കൽ ടു 3600 ജൂളാണ്. ഇനി ഊർജം എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ച വ്യക്തി ആരാണ്? തോമസ് യങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 ആവിഷ്കരിച്ച പ്രശസ്തമായ ഊർജ സമവാക്യം ഏതാണ്? തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈസിക്കൽ ടു E ഈസിക്കൽ ടു mc² ആണ്. അപ്പോൾ ഈ ഊർജ സമവാക്യം ആവിഷ്കരിച്ചതിന്റെ 100ാം വാർഷികം 2005 അന്നാണ് ലോക ഭൗതിക ശാസ്ത്ര വർഷമായി ആചരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പഠിച്ചത്. ഇനി ഊർജത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്, ഊർജം 2 തരത്തിലാണുള്ളത്. അതായത് ഗതികോർജവും സ്ഥിതികോർജവും. ഊർജം എത്ര തരത്തിലാണുള്ളത്? ഗതികോർജം, സ്ഥിതികോർജം. ഗതികോർജം കൈനറ്റിക് എനർജി അഥവാ KE. സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി അഥവാ PE. അപ്പോൾ ഊർജം പ്രധാനമായും 2 തരത്തിലാണുള്ളത്, ഗതികോർജവും സ്ഥിതികോർജവും. അപ്പോൾ എല്ലാ ഊർജവും ഒന്നുകിൽ ഗതികോർജം ആയിരിക്കും അല്ലെങ്കിൽ സ്ഥിതികോർജം ആയിരിക്കും. ഇനി എന്താണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയാം. ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. ഉദാഹരണം, ഡാമിൽ കെട്ടിക്കിടക്കുന്ന ജലം അല്ലെങ്കിൽ ഉരുളുന്ന കല്ല്. ഇവയൊക്കെ ഗതികോർജം അഥവാ കൈനറ്റിക് എനർജിക്ക് ഉദാഹരണമാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസിക്കൽ ടു 1/2 mv² ആണ്. M എന്നാൽ മാസാണ്, V എന്നാൽ വെലോസിറ്റിയാണ് അഥവാ പ്രവേഗമാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസിക്കൽ ടു 1/2 mv². അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താകും? ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടി ആയാൽ ഗതികോർജം എന്താകും? അപ്പോൾ അതിന്റെ ശരിയായ ഉത്തരം 4 മടങ്ങാകും എന്നതാണ്. ഗതികോർജത്തിന് ഉണ്ടായ മാറ്റത്തിന് തുല്യമായി പ്രവൃത്തി വരുന്നതിനെ പറയുന്ന പേരാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ഗതികോർജത്തിന് ഉണ്ടായ മാറ്റത്തിന് തുല്യമായി പ്രവൃത്തി വരുന്നതിനെ പറയുന്നതാണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി? ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. അതിന്റെ ഇക്വേഷൻ 1/2 mv² ആണ്. അപ്പോൾ ഡാമിൽ കെട്ടിക്കിടക്കുന്ന ജലം, ഉരുളുന്ന കല്ല് ഇവയൊക്കെ ഗതികോർജത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജം 4 മടങ്ങ് ആവും. ഗതികോർജത്തിനുണ്ടായ മാറ്റത്തിന് തുല്യമായി പ്രവൃത്തി വരുന്നതിനെ പറയുന്ന പേര് എന്താണ്? വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്നാണ്. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ചാണ്. ചലിക്കുന്ന വസ്തുവിന് സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്നതാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ചലിക്കുന്ന ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്നതാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഉദാഹരണത്തിന്, ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഓടുന്ന വാഹനം. മറ്റൊരു എക്സാമ്പിൾ, ഒഴുകുന്ന ജലം. ഇവയൊക്കെ സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ചലിക്കുന്ന വസ്തുവിന് സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്നതാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ U ഈസിക്കൽ ടു mgh ആണ്. U ഈസിക്കൽ ടു mgh. M എന്നത് മാസാണെന്ന് നിങ്ങൾക്കറിയാം. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. G അഥവാ ഭൂഗുരുത്വ ത്വരണം. H ഹൈറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസിക്കൽ ടു mgh, മാസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റ്. അപ്പോൾ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് 9.8 m/s² ആണ്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെക്കുക. ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? 9.8 m/s² ആണ്. ഇപ്പോൾ പഠിച്ചത് സാധാരണഗതിയിൽ സ്ഥിതികോർജം എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ചലിക്കുന്ന വസ്തുവിന് സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാകുന്നതാണ് സ്ഥിതികോർജം. എന്നാൽ
സ്ട്രെയിൻ മൂലവും സ്ഥിതികോർജം ഉണ്ടാകുന്നുണ്ട്. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് വലിച്ചു പിടിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ കുലച്ചു വച്ച വില്ല്. അപ്പോൾ സ്ഥിതികോർജത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു വസ്തു, ഓടുന്ന വാഹനം, ഒഴുകുന്ന ജലം, ഇവയൊക്കെയാണ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഉദാഹരണങ്ങൾ. എന്നാൽ സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാകുന്നതിന് ഉദാഹരണങ്ങൾ വലിച്ചു പിടിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ്, കുലച്ചുവച്ച വില്ല്, ഒരു വസ്തു മുകളിലേക്ക് h മീറ്റർ ഉയർത്തിയാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി എന്നത് mgh ആണ്. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി mgh ആണ്. ഇനി വസ്തുവിന്റെ ഊർജവും അതിന്റെ ഉയരവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം. അതായത് ഒരു വസ്തുവിന്റെ ഉയരം കൂടുന്തോറും അതിന്റെ സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി കൂടും. എന്നാൽ ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വസ്തുവിന്റെ ഉയരം കൂടുന്തോറും സ്ഥിതികോർജം കൂടും, ഗതികോർജം കുറയും. സ്വാഭാവികമായും വസ്തുവിന്റെ ഉയരം കുറയും തോറും സ്ഥിതികോർജം കുറയും, ഗതികോർജം കൂടും. ഒന്നുകൂടി പറയാം, ഒരു വസ്തുവിന്റെ ഉയരം കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും, കൈനറ്റിക് എനർജി കുറയും. എന്നാൽ വസ്തുവിന്റെ ഉയരം കുറയും തോറും പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടും. ഇത്രയും കാര്യങ്ങളാണ് സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ സ്ഥിതികോർജത്തിൽ പഠിച്ചത് ചലിക്കുന്ന വസ്തുവിന് സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ഉണ്ടാവുന്നതാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഇത് കാണാനുള്ള ഇക്വേഷൻ U = mgh ആണ്. അതുപോലെ തന്നെ വസ്തുവിന്റെ ഉയരം കൂടുന്തോറും സ്ഥിതികോർജം കൂടും, ഗതികോർജം കുറയും. എന്നാൽ വസ്തുവിന്റെ ഉയരം കുറയും തോറും സ്ഥിതികോർജം കുറയും, ഗതികോർജം കൂടും. ഇത്ര കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് പവർ അഥവാ ശക്തി എന്നത്. ഇനി പവർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തിയുടെ നിരക്കിനെ പറയുന്നതാണ് പവർ. യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെ പറയുന്ന പേര് എന്താണ്? പവർ എന്നാണ്. ഇനി പവർ കാണാനുള്ള ഇക്വേഷൻ പവർ = പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം. പവർ = പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം. അതായത് P = W/T. P = W/T. അതായത് പ്രവൃത്തി ബൈ സമയം. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണെന്നുള്ളത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതായത് പവർ = പ്രവൃത്തി ബൈ സമയം എന്നാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളും സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡുമാണ്. അങ്ങനെയാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് എന്നും പറയാവുന്നതാണ്. അപ്പോൾ എന്താണ് പവർ എന്നത്? യൂണിറ്റ് സമയത്തിനുള്ളിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. അതായത് പ്രവൃത്തിയുടെ നിരക്കിനെ പറയുന്നതാണ് പവർ എന്നത്. പവർ കാണാനുള്ള ഇക്വേഷൻ പ്രവൃത്തി ഡിവൈഡ് ബൈ സമയമാണ്. അതായത് P = W/T ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നത് ജൂൾ ആണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് തന്നെ പവർ കാണാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ പെർ സെക്കൻഡിനെ വാട്ട് എന്നും പറയാറുണ്ട്, WATT. അപ്പോൾ 1 കിലോ വാട്ട് എന്നത് 1000 വാട്ടാണ്. അതായത് 10³ വാട്ടാണ് 1 കിലോ വാട്ട് എന്നത്. എന്നാൽ ഒരു മെഗാവാട്ട് എന്നാൽ 10⁻6 വാട്ടാണ്. അപ്പോൾ 1 കിലോ വാട്ട് എന്നാൽ 1000 വാട്ടാണ്. അതായത് 10⁻3 വാട്ടാണ്. ഒരു മെഗാവാട്ട് എന്നാൽ 10⁻6 വാട്ടാണ്. ഇനി പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ആണെന്ന് പഠിച്ചു. എന്നാൽ പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്നത് കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ ആണ്. പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താണ്? ഹോഴ്സ് പവർ. പവറിന്റെ മെക്കാനിക്കൽ യൂണിറ്റ് ഹോഴ്സ് പവർ ആണ്, അല്ലെങ്കിൽ കുതിരശക്തി എന്ന് പറയും. അപ്പോൾ ഒരു ഹോഴ്സ് പവർ 1 ഹോഴ്സ് പവർ അഥവാ ഹോഴ്സ് പവറിന് മറ്റൊരു അബ്രിവിയേഷൻ ഉണ്ട്, HP. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്നാൽ 746 വാട്ടാണ്. 746 വാട്ടാണ് 1 ഹോഴ്സ് പവർ. ഹോഴ്സ് പവർ എന്നാൽ കുതിരശക്തി എന്നാണ്. HP എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ 746 വാട്ടാണ് 1 ഹോഴ്സ് പവർ. ഇനി പവറുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് പവർ എന്നത് ഒരു അദിശ അളവാണ്. വർക്ക്, ഊർജം, പിണ്ഡം, നീളം എന്നിവയെല്ലാം തന്നെ അദിശ അളവുകളാണ്. ഇനി ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ടേബിൾ രൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കി മനസ്സിലാക്കുക. അതായത് പ്രവൃത്തി, ഊർജം, പവർ ഇവയുടെ SI യൂണിറ്റുകളും അവയുടെ സമവാക്യങ്ങളും, അതായത് ഫോർമുലാസും
ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഊർജ്ജ രൂപങ്ങൾ, സ്രോതസ്സുകൾ, അതിന്റെ പരിവർത്തനം എന്നിവയെക്കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.